5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സാധാരണയായി ഞാൻ യുദ്ധങ്ങൾക്കെതിരെ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടും ഒന്നും വീഡിയോകൾ ചെയ്യാറില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് എനിക്ക് ആ വാക്കിനോട് പോലും യോജിപ്പില്ലാത്ത ഒരാളാണ്. പക്ഷേ പല വാർത്തകളും പല മാധ്യമങ്ങളിലും ചിത്രങ്ങളിലും വീഡിയോകളൊക്കെ കാണുമ്പോൾ ചില സമയത്ത് വല്ലാതെ മനസ്സിനെ അലോസരപ്പെടുത്താറുണ്ട്. ചില വിഷയങ്ങൾ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. അത് ഭീകരവാദി ചെയ്താലും ഭീകരവാദികൾക്കെതിരെ ചെയ്താലുമൊക്കെ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിവെക്കുക, ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിവെക്കുക, ഭാര്യയും ഭർത്താവുമായി പ്രണയത്തിലിരിക്കുന്ന സമയത്ത് കമിതാക്കളായി നിൽക്കുമ്പോൾ വെടിവെക്കുക, ഭക്ഷണ സ്ഥലത്ത് വെടിവെക്കുക, അങ്ങനെ വളരെ വേദനാജനകമായ ഒരുപാട് നിമിഷങ്ങൾ യുദ്ധങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവും വല്ലാത്തൊരു സംവിധാനമാണ്. എന്തിനാണ് ഈ ഭീകരവാദമൊക്കെ അവിടെ നടത്തുന്നത്? ഹമാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു രാജ്യത്തിനെതിരെയൊക്കെ യുദ്ധം ചെയ്തൊക്കെ വിജയിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇതാണോ ഇതിൻ്റെ വഴി? പാലസ്തീനായാലും ഇസ്രായേലായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജൂതന്മാരായാൽ പോലും സമാധാനത്തിൻ്റെ സന്ദേശം പറയേണ്ടവരല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികളായാലും അതുപോലെ തന്നെ ഖുറാൻ കയ്യിലെടുത്തവരായാലും നിങ്ങളെപ്പോഴും ആയുധമെടുത്ത് പോരാടി ആർക്കെതിരെയാണ് പോരാടുന്നത്? മഹാഭാരത യുദ്ധത്തിൽ അവസാനം യുധിഷ്ഠിരനെ കാണാൻ പോകുന്ന സമയത്ത് ഏറ്റവും അവസാനം ചെല്ലുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്: ഒരു യുദ്ധവും ആത്യന്തികമായി വിജയിക്കുന്നില്ല, യുദ്ധം അവസാനത്തെ തന്ത്രം മാത്രമായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ വാളെടുത്ത് യുദ്ധോപകരണങ്ങളെടുത്ത് പേറ്റൻ ടാങ്ക് എടുത്ത് യുദ്ധം ചെയ്യാനുള്ളതല്ല, മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനുള്ളതല്ല. ഇതൊക്കെ അവസാനത്തെ ആയുധമാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ടതിൻ്റെ ബാക്കി പത്രം എങ്ങനെയാണ് എന്ന് ജപ്പാനിൽ നമ്മൾ കണ്ടതാണ്. ഒരു രാജ്യം ചാരം പോലെ പോയി പിന്നെ അവർ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി വരുന്ന കഥയൊക്കെ നമുക്കറിയാം. രണ്ടാം ലോകമഹായുദ്ധം ലോകത്ത് എന്തുമാത്രം ദുരന്തങ്ങളുമാണ് സമ്മാനിച്ചത്. ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമെല്ലാം എന്തുമാത്രം ദുഃഖങ്ങളാണ് രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായത്. പക്ഷേ പാലസ്തീനിലെയും ഹമാസിലെയും അതുപോലെ തന്നെ ഇസ്രായേൽക്കാരുടെയും ഒരു ചിന്ത, നിങ്ങൾ എന്താണ് ഈ ലോകത്തോട് പറയുന്നത്? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ ആളുകളല്ല. നമ്മുടെ വലിയ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയൊക്കെ വലിയ രംഗത്ത് നിങ്ങൾ മുന്നിലാണ്. കാർഷിക മേഖലയിലുമൊക്കെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അത്യുത്വാനികളായിട്ടുള്ള നിങ്ങൾ, ബൗദ്ധികമായി നന്നായി സമയം ചെലവഴിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന നിങ്ങൾ തീർച്ചയായും യുദ്ധം പോലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. രണ്ട് രാജ്യക്കാരോടും പറയുവാനുള്ളത്, നിങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരണം. കാരണം ഇത് കണ്ടു വളരുന്ന തലമുറ, കുഞ്ഞു കുട്ടികൾ നിൽക്കുമ്പോൾ അവരുടെ അച്ഛനെ മാതാപിതാക്കളെ കൊല്ലുന്നു, ബന്ധുമിത്രാദികളെ കൊല്ലുന്നു. സ്വാഭാവികമായിട്ട് ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരും തോക്കെടുത്തില്ലെങ്കിൽ എന്താണ് അത്ഭുതം? അപ്പോൾ തീർച്ചയായും നാം കാണുന്ന ഓരോ കാഴ്ചകളും, അത് യുദ്ധത്തിൻ്റെ ഓരോ ഭീകര മുഖങ്ങളും വളരെ വേദനാജനകമാണ്. ടൗൺഷിപ്പുകളിൽ പോയി, ബോംബെയിൽ നമ്മൾ കണ്ടതാണ് ഭീകരാക്രമണം, പാർലമെൻറ്റ് ഭീകരാക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര മനോഹരമായി സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു DJ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സമാധാനപരമായി ഈ ഭൂമിയിൽ വന്നത് സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിരപരാധികളായ നിരാലംബരായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വൃദ്ധരെയും എല്ലാം ബോംബ് വർഷിച്ചും ഡ്രോണുകൾ ഇട്ടുമൊക്കെ കൊല്ലുന്നത്. എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിൻ്റെ പുറകെ പോകുന്നത്? അപ്പോൾ ഹമാസുകാരോടും പറയുവാനുള്ളത്, നിങ്ങൾ ഭീകരവാദമൊന്നും മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിമോചനമൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം. എല്ലാ യുദ്ധവും അവസാനിക്കുന്നത് മേശയ്ക്ക് ചുറ്റുമിരുന്നാണ്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വഴിയിൽ വരുമ്പോഴാണ് എന്ന് പറയുന്നുണ്ടല്ലോ. രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള സമയമാണോ സമാധാനം എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. തീർച്ചയായും ഞാനിത് പറഞ്ഞത് വളരെ വേദനയോടെ, സങ്കടത്തോടെ, പ്രതിഷേധത്തോടെയാണ് പറയുന്നത്. ഓരോ ദിവസവും സോവിയറ്റ് റഷ്യ ഒരു കാലഘട്ടത്തിൽ ലോകത്തിനാകെ മാതൃകയാണെന്ന് പറഞ്ഞ്, നിങ്ങൾ റഷ്യയിലേക്ക് വരൂ, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് സോവിയറ്റ് റഷ്യയാണ് എന്ന്, USSR ആണ് എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അത് പല കഷ്ണങ്ങളായി പിരിഞ്ഞു. മിഖായിൽ ഗർബച്ചേവിൻ്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ട് ഒരു രാഷ്ട്രം തന്നെ ഛിന്ന ഭിന്നമായി. അതിനുശേഷം ഉക്രൈൻ ഇപ്പോൾ നടത്തുന്ന റഷ്യ യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്നത്? ഒന്നിച്ചു കടന്ന രാജ്യങ്ങൾ തമ്മിൽ തല്ലുകയാണ്. എന്തിൻ്റെ പേരിൽ? ആയുധങ്ങൾ ഉണ്ടാക്കി ഓരോ രാജ്യങ്ങൾക്കും ആയുധം വിറ്റ് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയും, അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞുണ്ടാകുന്ന മരുന്നിൻ്റെ ഉൽപ്പാദനത്തിനും മരുന്നിൻ്റെ വിതരണത്തിനും വേണ്ടിയും എന്തിനാണ് ഇങ്ങനെ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? യുദ്ധം ആത്യന്തികമായി ഒന്നും ആർക്കും സമ്മാനിക്കുന്നില്ല.
അത് സന്തോഷമല്ല, സങ്കടം മാത്രമാണ് തരുന്നത്, ദുരിതങ്ങളാണ്, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് ഹമാസുകാരെ, ഇസ്രായേൽക്കാരെ, പാലസ്തീൻകാരെ, നിങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരണം. നിങ്ങൾ നിരപരാധികളെ കൊല്ലുന്നത് മതിയാക്കണം. നിങ്ങൾ സൈനികർ തമ്മിൽ അടിച്ചാലും നമുക്കൊരു പരിധിവരെ മനസ്സിലാകും. പക്ഷേ പാവപ്പെട്ട നിരാലംബരായ, ഇതെന്താണെന്നറിയാത്ത, യുദ്ധമെന്തെന്ന് കേട്ടിട്ടില്ലാത്ത, സമാധാനം മാത്രം കാക്ഷിക്കുന്ന നിരാലംബരും നിരായുധരുമായവരുടെ ഇടയിൽ ബോംബ് വർഷിച്ചും ഡ്രോണിട്ടും വെടിവെച്ചും കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഏത് തമ്പുരാനാണ്, ഏത് പടച്ചവനാണ്, ഏത് യേശുവാണ്, ഏത് നബിയാണ്, ആരാണ് നിങ്ങൾക്ക് മോചനം തരിക? നിങ്ങൾക്ക് ഏത് സ്വർഗത്തിലേക്കാണ് പോകാൻ കഴിയുക?